ചക്രപാണി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശിലകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂമിയുടെ ഘടന പഠിച്ചു. അതിൽ വരുന്ന ഒരു ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഭൂവൽക്കവും ഉപരിമാന്റിലും ചേർന്ന് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഈ ശിലാമണ്ഡലത്തിലാണ് പേര് പറയും പോലെ തന്നെ എന്താണ് ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്, ധാരാളം ശിലകൾ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി എന്താണ് ശിലകൾ എന്നൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രത്യേകമായ ഒരു രാസഘടന ഇല്ലാത്തതും എന്നാൽ രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന രൂപമാണ് ഏതെന്ന് പറയുന്നത്, ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നുണ്ടാകുന്ന രാസഘടന ഇല്ലാത്ത പദാർത്ഥമാണ് ഏതെന്ന് പറയുന്നത്, ശിലകൾ. അപ്പോൾ ഈ നമ്മൾ ധാതുക്കൾ എന്ന് പറഞ്ഞു, നമ്മുടെ ഭൂമിയിൽ ഏകദേശം 2000-ലധികം എന്തുണ്ട്, ധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് നമുക്കറിയാവുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്, സിലിക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ്, അഫ്രം തുടങ്ങിയവ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതുക്കളാണ്. ഈ ശിലകൾ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ 3ആയി തരംതിരിക്കുന്നു. ഒന്നാമത്തെ ശില എന്ന് പറയുന്നത് ആഗ്നേയ ശില. ഒന്നാമത്തെ എന്താണ്, ആഗ്നേയ ശില. അപ്പോൾ ശിലകൾ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ 3ആയിട്ട് തിരിക്കുന്നു. എത്രയായിട്ട് തിരിക്കുന്നു, 3ആയിട്ട് തിരിക്കുന്നു. ഒന്നാമത്തെ ശിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗ്നേയ ശില. ഒന്നാമത്തെ എന്താണ്, ആഗ്നേയ ശില അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. രണ്ടാമത്തെ ശിലയാണ് അവസാദ ശില. എന്താണ്, അവസാദ ശില. മൂന്നാമത്തെ ശില അറിയപ്പെടുന്നതാണ് കായാന്തരിത ശില. കായാന്തരിത ശില. അപ്പോൾ ശിലകൾ പ്രധാനമായിട്ടും 3ആയിട്ട് വേർതിരിച്ചിരിക്കുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് വെച്ചാൽ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആഗ്നേയ ശിലകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് ശിലയാണെന്ന് ചോദിച്ചാൽ എന്താണ്, ആഗ്നേയ ശിലയാണ്. ഇനി പ്രാഥമിക ശില എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലയാണ്. 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞു, ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒന്നാമത്തേന്ന് പറഞ്ഞ ശിലകളുടെ മാതാവ് ആഗ്നേയ ശിലയാണ്. രണ്ടാമത് പറഞ്ഞു ഇതിനെ പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ട് ഇതിനെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ആഗ്നേയ ശിലകളിൽ നിന്നാണ്, ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം ഉണ്ടായാണ് മറ്റ് ശിലകൾ എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഗ്നേയ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത പോയിന്റാണ്, അടിസ്ഥാന ശില എന്ന് അറിയപ്പെടുന്നതും എന്താണ്, ആഗ്നേയ ശിലയാണ്. അടിസ്ഥാന ശില എന്ന് പറയുന്നത് എന്താണ്, ആഗ്നേയ ശിലകൾ. 3 പറഞ്ഞു, ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, അടിസ്ഥാന ശില. ഇത് 3 എന്താണ്, ആഗ്നേയ ശിലകളാണ്. ഇനി അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും അറിയപ്പെടുന്നു. അടുത്ത പേരെന്താണ്, അഗ്നിപർവ്വതജന്യ ശിലകൾ. അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ അഗ്നിപർവ്വതജന്യ ശിലകളെന്നും അറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഈ ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഭൂമിയുടെ ഉള്ളറകളിൽ എന്തുണ്ട്, മാഗ്മ ഉണ്ടെന്ന് പറഞ്ഞു. മാഗ്മ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് പറഞ്ഞു, അസ്തനോസ്ഫിയർ ആണെന്ന് പറഞ്ഞു. അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ ശിലകൾ എന്താണ്, ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നു, ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. ഈ ഭാഗമാണ് അസ്തനോസ്ഫിയർ. അവിടെയാണ് മാഗ്മ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ മാഗ്മ ഭൂമിയുടെ ചില വിടവുകളിലൂടെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് അവയെ വിളിക്കുന്നതാണ് ലാവ എന്ന് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ എന്താണ്, ഈ ഉരുകിയ ശിലാദ്രവ്യം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. ചിലപ്പോൾ എന്താണ്, പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൻ്റെ തൊട്ട് താഴെ വച്ച് എന്ത് ചെയ്യും, ഇത് തണുക്കും. അങ്ങനെ രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്നേയ ശിലകൾ എന്താണെന്ന് ചോദിച്ചാൽ,
ഭൂമിക്ക് അടിയിൽ എന്താണ് ആ അടിയിലുള്ള ഉരുകിയ ശിലാദ്രവ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഭൂവൽക്കത്തിലുള്ള വിടവുകളിലൂടെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരും. ചിലതാണെങ്കിൽ ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യും, വന്ന് ആ വിടവുകളിലൂടെ പുറത്തേക്ക് വരില്ല, അതിന് തൊട്ട് താഴെ, ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെ വന്ന് എന്ത് ചെയ്യും, അവിടെ വെച്ച് തന്നെ അങ്ങ് തണുക്കും. ചിലത് ഭൂമിയുടെ ആ വിടവിൽ കൂടെ വെളിയിൽ വന്ന് ലാവയായിട്ട് വെളിയിൽ വന്നതിന് ശേഷം തണുത്തുറഞ്ഞ് എന്താവും, ഒരു ശിലയായിട്ട് മാറും. ചിലതെന്താണ്, ആ ഭൂവൽക്കത്തിന്റെ തൊട്ടടിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, തണുത്തുറഞ്ഞ് ശിലയായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ആഗ്നേയ ശില, ഇങ്ങനെ രൂപം കൊള്ളുന്ന ശിലയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്, ഗ്രാനൈറ്റ്. അപ്പൊ ആഗ്നേയ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് ഗ്രാനൈറ്റ്. രണ്ടാമത്തതാണ് ബസാൾട്ട്. എന്താണ് ബസാൾട്ട്? അപ്പൊ ഗ്രാനൈറ്റ്, രണ്ടാമത് എന്താണ് ബസാൾട്ട്, പിന്നെ എന്താണ് ഡോളമൈറ്റ്, മൂന്നാമത് ഞാൻ പറഞ്ഞതാണ് ഡോളമൈറ്റ്. ഡോളമൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനിയാണ് അടുത്തതാണ് ബാത്തോലിത്തിക്സ്. എന്താണ് ബാത്തോലിത്തിക്സ്? ബാത്തോലിത്തിക്സ്. ബാത്തോലിത്തിക്സ് എന്ന് പറയുന്നത് ഒരു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി ബാത്തോലിത്തിക്സ് പോലെ തന്നെ വേറൊരെണ്ണം ഉള്ളതാണ് ലാക്കോലിത്തിക്സ്. എന്താണ് ലാക്കോലിത്തിക്സ്? ലാക്കോലിത്തിക്സ്. ഇതാണ് പ്രധാനപ്പെട്ട ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്. ഇതിൽ ഗ്രാനൈറ്റും ബസാൾട്ടും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്, ബാത്തോലിത്തിക്സും ലാക്കോലിത്തിക്സും. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്, ലാക്കോലിത്തിക്സ്, ബാത്തോലിത്തിക്സ് ഇവയാണ് പ്രധാനപ്പെട്ട ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ആഗ്നേയ ശില എന്താണെന്ന് പറഞ്ഞു. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയർന്ന് വരുന്ന എന്താണ് ശിലാദ്രവം എന്താണ് ഭൗമോപരിതലത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു, തണുത്തുറഞ്ഞ് ശിലകളായിട്ട് മാറുന്നു. മറ്റു ചിലത് എന്താണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ വരാതെ ഭൂവൽക്കത്തിന്റെ അകത്ത് വെച്ച് തന്നെ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവിടെ എത്തുമ്പോൾ തന്നെ അത് തണുത്തുറഞ്ഞ് എന്ത് ചെയ്യും, ശിലയായിട്ട് മാറും. അങ്ങനെയുള്ള ശിലകളും എന്താണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞു. അതെന്താണ് ഭൂമിയുടെ മുകളിലോട്ട് വരത്തില്ല, അതും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അതിനുദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്, ബാത്തോലിത്തിക്സ്, ലാക്കോലിത്തിക്സ് ഇതെല്ലാം എന്താണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതെന്ന് ചോദിച്ചാൽ ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകളിൽ എന്ത് കാണപ്പെടില്ല? ഫോസിലുകൾ കാണപ്പെടുന്നില്ല. അപ്പോൾ ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളാണ്. ബാക്കി വരുന്ന ശിലകളിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ഫോസിലുകൾ കാണപ്പെടുന്നു. എന്നാൽ പ്രാഥമിക ശിലയായ ആഗ്നേയ ശിലകളിൽ മാത്രം എന്ത് കാണപ്പെടുന്നില്ല? ഫോസിലുകൾ കാണപ്പെടുന്നില്ല. ഇനി നമുക്ക് പറയാം മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ഏതെന്ന് പറയാം? ആഗ്നേയ ശിലകൾ എന്ന് പറയാം. മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞു. ഇവയിൽ എന്താണ് ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞു. ഇനി ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത് ആഗ്നേയ ശിലകളിലാണ്. ആഗ്നേയ ശിലകളിൽ എന്താണ് ധാരാളം എന്താണ് ലോഹ അയിരുകൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം ആയ ശില ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയ ശിലകൾ. 3 പോയിന്റ് പറഞ്ഞു. ഫോസിലുകളില്ല, മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നു, പിന്നെ എന്താണ് ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഇനി ഭൂവൽക്കത്തിന്റെ എന്താണ് 2 ഭാഗവും കാണപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. ഭൂവൽക്കത്തിൽ 2 കാണപ്പെടുന്ന ശിലകൾ ഏതെന്ന് ചോദിച്ചാൽ ആഗ്നേയ ശിലകളാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഭൂമിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ആഗ്നേയ ശിലകളാണ്. മറ്റ് ശിലകളെക്കാൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ഇനി ഈ ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തിരിച്ചിരിക്കുന്നു.
അപ്പോൾ ആഗ്നേയശിലകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ആഗ്നേയശിലകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേതാണ് ബാഹ്യജാത ശിലകൾ. ഒന്നാമത്തേതാണ് ബാഹ്യജാത ശിലകൾ. ബാഹ്യജാത ശിലകൾ. രണ്ടാമത്തെ ഡിവിഷനാണ് ഏതെന്ന് പറഞ്ഞാൽ അന്തർവേദ ശിലകൾ. അന്തർവേദ ശിലകൾ. അന്തർവേദ ശിലകൾ. ഇതിൻ്റെ പേര് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. അതായത് ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ വിടവുകളിൽ കൂടി അല്ലെങ്കിൽ വിള്ളലുകളിൽ കൂടി എന്താണ് ഭൂവൽക്കത്തിന്റെ ആ വിള്ളലുകളിൽ കൂടി എന്ത് ചെയ്യുന്നു? മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഈ പുറത്തേക്ക് വരുന്ന ലാവ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ്? തണുത്ത് ഉറഞ്ഞ് പാറകളായിട്ട് അല്ലെങ്കിൽ ശിലകളായിട്ട് മാറുന്നു. ഇവയാണ് ബാഹ്യജാത ശിലകൾ. അതായത് ഭൂവൽക്കം എന്താണ്? ഭൂവൽക്കം ഉണ്ടെങ്കിൽ ഈ ഭൂവൽക്കത്തിന്റെ ഈ ഭാഗത്തൊക്കെ വിടവുകൾ ഉണ്ടെങ്കിൽ ഈ വിടവുകളിൽ കൂടി എന്താണ്? മാഗ്മ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന് എന്താണ്? ഇവിടെ വെച്ച് തന്നെ അതെന്ത് ചെയ്യുന്നു? തണുക്കുന്നു. തണുത്തുറഞ്ഞ് ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ്? അല്ലെങ്കിൽ ഭൂവൽക്കത്തിന്റെ ഉപരിഭാഗത്ത് എന്താണ്? ശിലകളായിട്ട് രൂപം കൊള്ളുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ശിലകളെയാണ് നമ്മൾ ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. അതായത് ഭൂമിക്ക് എന്താണ് ഈ ഭൂവൽക്കത്തിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ശിലകളെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിച്ച പേരാണ് ബാഹ്യജാത ശിലകൾ. അപ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂവൽക്കത്തിലെ വിള്ളലുകളിലൂടെ എന്താണ്? ലാവ പുറത്തേക്ക് വന്നതിന് ശേഷം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ബസാൾട്ട്. അപ്പോൾ ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ അത് ബസാൾട്ടാണ്. ബസാൾട്ട് ശിലകളാണ് ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം. ഇനി എന്താണ് അന്തർവേദ ശിലകൾ എന്ന് ചോദിച്ചാൽ, ഇനി ഭൂമിയുടെ എന്താണ്? ഇവിടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ്? ഈ വിടവുകളിലൂടെ എന്ത് ചെയ്യില്ല? പുറത്തേക്ക് വരില്ല. കാര്യം ഈ ലാവ അല്ലെങ്കിൽ ഈ മാഗ്മ വന്ന് ഈ ഇത് ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെ എത്തുമ്പോൾ തന്നെ ഇത് എന്തായിപ്പോ തണുത്തു പോകും. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലെത്തിയോ? ഇല്ല. ഭൂമിയുടെ ഈ ലാവ ഇങ്ങനെ വന്ന് ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെ എത്താറായപ്പോൾ എന്ത് ചെയ്തു? ഈ ലാവ എന്ത് ചെയ്തു? തണുത്തുപോയി. ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെ എത്തുമ്പോഴേക്കും അതെന്ത് ചെയ്യും? ആ ലാവ തണുത്ത് ഉറയും. ഇങ്ങനെ ഉണ്ടാവുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അന്തർവേദ ശിലകൾ. അന്തർവേദം എന്ന് പറയുന്നത് അടിയിലാണ്, ഭൂമിക്ക് അടിയിലാണ് ഈ ശിലകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. ഭൂമി കുറേ നമുക്ക് ഇങ്ങനെ കുഴിച്ചു പോകുമ്പോഴേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? അന്തർവേദ ശിലകളെ കാണാൻ പറ്റൂ. ബാഹ്യജാത ശിലകൾ നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അന്തർവേദ ശിലകളെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭൂമി കുഴിച്ച് താഴോട്ട് പോകുമ്പോഴേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? അന്തർവേദ ശിലകളെ എന്ത് ചെയ്യാൻ പറ്റൂ? കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലായല്ലോ ബാഹ്യജാത ശിലകൾ എന്താണ്, അന്തർവേദ ശിലകൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെ എന്താണ്? തൊട്ട് താഴെ വന്ന് മാഗ്മ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തണുത്തുറഞ്ഞു പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. ഇവയെ രണ്ട് പേരുകളിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. പ്ലൂട്ടോണിക് ശിലകളെന്നും പാതാള ശിലകളെന്നും അറിയപ്പെടുന്നത് അന്തർവേദ ശിലകളാണ്. അപ്പോൾ അന്തർവേദ ശിലകളുടെ രണ്ട് പേരുകളാണ്. ഒന്ന് ഏതാണ്? പ്ലൂട്ടോണിക് ശിലകൾ. പ്ലൂട്ടോണിക് ശിലകൾ. രണ്ടാമത്തതാണ് ഇത് പാതാളത്തിലാണ് കാണപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ അപ്പം എന്തെന്ന് കിട്ടും? പാതാള ശിലകൾ. എന്താണ്? പാതാള ശിലകൾ. അപ്പോൾ അന്തർവേദ ശിലകൾക്കുണ്ട പറയുന്ന രണ്ട് പേരുകളാണ് പ്ലൂട്ടോണിക് ശിലകൾ അല്ലെങ്കിൽ എന്താണ്? പാതാള ശിലകൾ. ഇതിന് പ്ലൂട്ടോണിക് ശിലകൾക്ക് അല്ലെങ്കിൽ പാതാള ശിലകൾ അല്ലെങ്കിൽ അന്തർവേദ ശിലകൾ എന്നിവ ഏതായാലും ഇതിന് പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് വരുന്നത് ഗ്രാനൈറ്റ്, ബാത്തോലിത്ത് തുടങ്ങിയവയാണ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു അന്തർവേദ ശിലയാണ്. അത് ഭൂമി എന്താണ് കുടിച്ചു നോക്കുമ്പോഴാണ്. അപ്പോൾ ഗ്രാനൈറ്റ്, പിന്നെ എന്താണ്? ബാത്തോലിത്ത്. അപ്പോൾ ഗ്രാനൈറ്റ്, ബാത്തോലിത്ത് ഇവയാണ് അന്തർവേദ ശിലകൾക്ക് ഉദാഹരണം.
അപ്പോൾ ആഗ്നേയശിലകൾ പ്രധാനമായി രണ്ടായി തിരിച്ചു. ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും. ബാഹ്യജാത ശിലകൾ എന്ന് പറഞ്ഞാൽ മാഗ്മ ഭൂവൽക്കത്തിന് മുകളിൽ വിടവുകളിലൂടെ മുകളിൽ വന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ഉറഞ്ഞ് പാറകളായിട്ട് മാറുന്നതാണ് ബാഹ്യജാത ശിലകൾ. അതിന് ഉദാഹരണമാണ് ബസാൾട്ട്. അന്തർവേദ ശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെ വരുമ്പം തന്നെ എന്ത് ചെയ്ത് തണുത്തുറഞ്ഞ് ശിലകളാവുന്നു. അതിന് മറ്റൊരു പേരാണ് പാതാള ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ. ഇതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബാത്തോലിത്ത് തുടങ്ങിയവ. ഇതാണ് ആഗ്നേയ ശിലകളുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് എന്ന് പറഞ്ഞു. ഈ ബസാൾട്ട് എന്ന് പറയുന്നത് പരൽ രൂപമില്ലാത്ത ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബസാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പരൽ രൂപമില്ലാത്ത ശിലകളാണ് ഏതെന്ന് പറയുന്നത് ബസാൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഈ ബസാൾട്ട് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡെക്കാൻ ട്രാപ്പ് മേഖലകളിലും ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളുടെ ഭാഗങ്ങളിലുമാണ് എന്ത് കാണപ്പെടുന്നത് ബസാൾട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ബസാൾട്ട് ശിലകൾ എന്ന് പറഞ്ഞാൽ പരൽ രൂപമില്ലാത്ത ശിലകളെയാണ് നമ്മൾ ബസാൾട്ട് ശിലകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് എവിടെ കാണപ്പെടുന്നു വെച്ചാൽ രാജ്മഹൽ കുന്നുകളിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഡെക്കാൻ ട്രാപ്പ് മേഖലകളിലും എന്ത് കാണപ്പെടുന്നു ബസാൾട്ട് ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നത്. ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിഗർ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യജാത ശിലകളുടെ ഉദാഹരണമാണ് ബസാൾട്ട്. പരൽ രൂപമില്ലാത്ത ശിലകളാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. എവിടെ കാണപ്പെടുന്നു ഡെക്കാൻ ട്രാപ്പ് മേഖലകളിലും രാജ്മഹൽ കുന്നുകളിലും കാണപ്പെടുന്നു. ബസാൾട്ട് പൊടിഞ്ഞുണ്ടാകുന്ന അല്ലെങ്കിൽ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന പരുത്തി കൃഷിക്കൊക്കെ അനുയോജ്യമാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് PSC. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ശിലയെന്ന് പറയുന്ന അവസാദ ശിലയാണ്. രണ്ടാമതായിട്ട് പഠിക്കാനുള്ള ശിലയാണ് ഏതെന്ന് പറയുന്നത് അവസാദ ശിലകൾ. അവസാദ ശിലകൾ. ഇനി എന്താണ് അവസാദ ശിലകൾ എന്ന് ചോദിച്ചാൽ കാലാന്തരത്തിൽ ശിലകൾ എന്ത് ചെയ്യുന്നു കുറേ കാലം കഴിയുമ്പോൾ കാലാന്തരം സംഭവിക്കുന്നതോറും ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ശിലകൾ ക്ഷയിച്ച് എന്ത് ചെയ്യുന്നു പൊടിയും. ഈ പൊടിയുന്ന അവസ്ഥയിൽ ഈ അപക്ഷയം സംഭവിച്ച ഈ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു എന്ന് പറഞ്ഞു. ഈ പൊടികൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ വലിയൊരു ശിലയാണെങ്കിൽ അത് പൊടിഞ്ഞ് അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അതെന്ത് ചെയ്യും നിക്ഷേപിക്കപ്പെടും. ഈ നിക്ഷേപം എന്ന് പറയുന്നത് പാളികളായിട്ടാണ് എന്ത് ചെയ്യുന്നത് അടുക്കടുക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവ നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ നിക്ഷേപിക്കുന്ന ഈ അവസാദങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയും. ഈ അവസാദങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇരുന്നിരുന്ന് നല്ല ഖരാവസ്ഥയിൽ ഉറച്ച പാറകളായിട്ട് മാറുന്നു. അങ്ങനെ അവ വിവിധ ശിലകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിലകൾ കാലാന്തരത്തിൽ എന്ത് ചെയ്യുന്നു ഇത് ക്ഷയിക്കുന്നു, അവ പൊടിയുന്നു, അവ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് പാളികളായിട്ടാണ് അല്ലെങ്കിൽ അടുങ്ങിയാണ് ഇത് എന്ത് ചെയ്യുന്നത് നിക്ഷേപം നടക്കുന്നത്. അങ്ങനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ കാലാന്തരത്തിൽ ഇവ അവിടെ ഇരുന്നിരുന്ന് എന്ത് ചെയ്യാണ് ഉറഞ്ഞ് ശിലകളായിട്ട് മാറുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ശിലകളെയാണ് നമ്മൾ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാദ ശിലകൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഇവയൊക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. ഇതൊക്കെ എന്തിനുദാഹരണമാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി പറയാം കാറ്റ്, മഴ, മഞ്ഞ് തുടങ്ങിയവയുടെ നിക്ഷേപ ഫലമായിട്ടും അവസാദങ്ങൾ എന്ത് ചെയ്യും അടിഞ്ഞുകൂടും. അപ്പോൾ കാറ്റ്, മഴ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങളുടെ നിക്ഷേപ ഫലമായിട്ടും
അവസാദങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? അടിഞ്ഞടിഞ്ഞ് കൂടും. അടിഞ്ഞു കൂടുന്നത് ഇവ പാളികളായിട്ടാണ് അടിഞ്ഞു കൂടുന്നത്. അങ്ങനെയുള്ള എന്താണ് അവശിഷ്ടങ്ങളും അടിഞ്ഞ് എന്തുണ്ടാവും? കുറേ കാലം കഴിയുമ്പോൾ അവ ഇരുന്നിരുന്ന് എന്തായിട്ട് മാറും? ശിലകളായിട്ട് മാറും. അങ്ങനെയുള്ളതും എന്താണ്? അവസാദ ശിലകളാണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ അവസാദ ശിലകളെല്ലാം ഇങ്ങനെ അടുക്കായിട്ട് അല്ലെങ്കിൽ പാളികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവയെ മറ്റൊരു പേര് വിളിക്കാം, അടുക്കുശിലകൾ. എന്താണ്? അടുക്കുശിലകൾ. അടുക്കുശിലകൾ. നമ്മൾ പറഞ്ഞു അവസാദങ്ങൾ എന്നിങ്ങനെയാണ് ഇങ്ങനെ അടുക്കടുക്കായിട്ടും അല്ലെങ്കിൽ പാളികളായിട്ടാണ് ഇവ രൂപം കൊള്ളുന്നത്. എന്നിട്ട് എന്താണ്? അത് അവിടെ ഇരുന്ന് ഉറഞ്ഞാണ് എന്താണ് അവസാദ ശില ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചത്? അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അവസാദ ശിലയാണ്. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവ. ഇനി ഈ അവസാദങ്ങൾ അടിയുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഫോസിലുകൾ കാണപ്പെടുന്ന ശില. ഈ അവശിഷ്ടങ്ങളിൽ എന്തുണ്ട്? ഫോസിലുകളൊക്കെ കാണപ്പെടാം. അപ്പോൾ കാറ്റ്, മഴ, മഞ്ഞ് ഇതിൻ്റെ ഫലമായിട്ടൊക്കെ അതിൻ്റെ ഫലമായി രൂപം കൊണ്ടുവന്ന ശിലകളിലൊക്കെ എന്ത് കാണാം? ഫോസിലുകൾ കാണപ്പെടാം. ഫോസിലുകൾ രൂപം കൊള്ളുന്നതൊക്കെ എന്താണ്? മണിസാറിൻ്റെ ക്ലാസ്സിൽ വിശദമായി ഫോസിലുകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫോസിലുകൾ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ ഫോസിലുകൾ കാണപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അവസാദ ശിലകളാണ്. എന്താണ്? ഒരു ജീവി എന്താണ് ചത്ത് വീഴുന്നു, അതിൻ്റെ മീതെ എന്താണ് മറ്റു പദാർത്ഥങ്ങൾ വന്ന് വീഴുന്നു. അപ്പോൾ എന്തായാലും ഈ ജീവിയുടെ അവശിഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലേക്ക് പോകും. അങ്ങനെ എന്താണ് രൂപം കൊള്ളുന്ന ശില ഇതാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോസിലുകൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശില എന്ന് പറയുന്നത് ഏതാണ്? അവസാദ ശിലകളാണ്. എന്നാൽ ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗ്നേയ ശിലയാണ്. ഇനി അവിടെ പറയാനുള്ളത് അവസാദ ശിലകൾ പ്രധാനമായും 3 വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രൂപം കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ട് രൂപം കൊള്ളുന്നവ. യാന്ത്രികമായിട്ട് രൂപം കൊള്ളുന്നവയുണ്ട്. അവയ്ക്ക് ഉദാഹരണമാണ് കളിമണ്ണ്, മണൽക്കല്ല് തുടങ്ങിയവ. അപ്പോൾ കളിമണ്ണ്, മണൽക്കല്ല്, ഷെയിൽ, ഇവ 3ഉം എന്താണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. എങ്ങനെയുള്ള അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്നതാണ്. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? കളിമണ്ണ്, മണൽക്കല്ല്, ഷെല്ല്. ഇവ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? യാന്ത്രികമായിട്ട് രൂപം കൊള്ളുന്നു. അപ്പോൾ യാന്ത്രികമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശിലകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? കളിമണ്ണ്, മണൽക്കല്ല്, ഷെയില് തുടങ്ങിയവ. ഇനി രണ്ടാമത്തെയാണ് ജൈവികമായിട്ട് രൂപം കൊള്ളുന്നവ. ഈ ജൈവികമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ്. ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന അവസാദ ശിലകളെയാണ് നമ്മൾ ജൈവികമായിട്ട് രൂപം കൊള്ളുന്നവ. അപ്പോൾ ഒന്നാമത്തത് യാന്ത്രികമായിട്ട് രൂപം കൊള്ളുന്നവ, രണ്ടാമത്തേന്ന് ജൈവികമായിട്ട് രൂപം കൊള്ളുന്നവ, മൂന്നാമത്തെ എന്ന് പറയുന്നത് രാസഫലമായിട്ട് രൂപം കൊള്ളുന്നവ. അപ്പോൾ 3 നമ്മൾ പറഞ്ഞു. യാന്ത്രികമായി യാന്ത്രികമായിട്ട് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നുണ്ട്. പിന്നെ ജൈവികമായിട്ട് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നുണ്ട്. മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞ രാസപരമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവസാദ ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട്? രൂപം കൊള്ളുന്നുണ്ട്. ഇനി ജൈവികമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന പെട്രോളിയം, കൽക്കരി, ചോക്ക്. ഇതെല്ലാം എന്തിനുദാഹരണമാണ്? ജൈവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ജൈവികമായിട്ട് ഉണ്ടാകുന്ന അവസാദ ശിലകളിൽ അതിലുണ്ടാകുന്ന ഉദാഹരണമാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? കൽക്കരി, പെട്രോള് മുതലായവ. ഇനി ശിലാതൈലം എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പെട്രോളിനെയാണ് ശിലാതൈലം എന്ന് പറയുന്നത്. അതായത് ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? പെട്രോള് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ പെട്രോൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ പെട്രോൾ ഖനനം ചെയ്തെടുക്കുന്നത് ഏത് ശിലകളിൽ നിന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? അവസാദ ശിലകളിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ഇനി രാസപരമായിട്ടുള്ള പ്രവർത്തനം, ഇത് കെമിക്കൽ ചേഞ്ച് വഴി ഉണ്ടാകുന്ന രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാസപരമായി രൂപം കൊള്ളുന്ന ശിലകൾ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ജിപ്സം എന്ന് പറയുന്നത്. എന്താണ്? ജിപ്സം.
അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഈ 3 രീതിയിലുണ്ടാകുന്ന അവസാദ ശിലകൾ എന്ന് പറയുന്നത്. യാന്ത്രികമായിട്ടുണ്ടാവുന്നു, ജൈവികപരമായിട്ടുണ്ടാവുന്നു, രാസപരമായിട്ടുണ്ടാവുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട അവസാദ ശിലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ എന്താണ്? ആ അവസാദങ്ങൾ കൊണ്ട് രൂപം കൊള്ളുന്നതാണ് കളിമണ്ണ്, മണൽക്കല്ല്, പിന്നെ എന്താണ്? കൽക്കരി, പെട്രോളിയം. ഇതെല്ലാം എന്താണ്? അവസാദ ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നവയാണ്. ഇനി പ്രധാനപ്പെട്ട പറയാനുള്ളത് കാറ്റിൻ്റെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ കാറ്റിൻ്റെ നിക്ഷേപ ഫലമായിട്ടാണ് അവസാദങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോയിസ്. എന്താണ്? ലോയിസ്. അപ്പോൾ ആദ്യം നമ്മൾ 3 പറഞ്ഞു ഏതൊക്കെ രീതിയിൽ രൂപം കൊള്ളാമെന്ന്. ആദ്യത്താണ് യാന്ത്രികപരമായിട്ട് അവസാദങ്ങൾ രൂപം കൊള്ളാം. പിന്നെ എന്താണ്? ജൈവികപരമായിട്ട് അവസാദങ്ങൾ രൂപം കൊള്ളുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്? രാസപരമായിട്ട് രൂപം കൊള്ളുന്നു. എന്നാൽ കാറ്റിൻ്റെ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോയിസ്. അപ്പോൾ കാറ്റിൻ്റെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന അവസാദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ലോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അവസാദ ശിലകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് 3ാമത്തെ ശിലയാണ് കായാന്തരിത ശില. എന്താണ്? കായാന്തരിത ശില. 3ാമത്തെ ശിലകളാണ് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾ നമ്മുടെ കഴിഞ്ഞ +2 പ്രിലിമിനറിക്കും എന്താണ് ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ എന്താണ് ശിലകൾ ഭൗതികപരമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അതായത് ഒന്നുകിൽ ഉയർന്ന മർദ്ദത്തിൻ്റെ കാരണം കൊണ്ടാവാം, ഇല്ലെങ്കിൽ എന്താണ് രാസപരമായിട്ടുള്ള താപം കൊണ്ടാവാം. അപ്പോൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ഭൗതികപരമായിട്ടോ രാസപരമായിട്ടോ ഒരു ശിലയ്ക്ക് മാറ്റം സംഭവിക്കുന്നെങ്കിൽ അത്തരം ശിലകൾ, അങ്ങനെ ഉണ്ടാകുന്ന ശിലകളെയാണ്, മാറ്റം വന്ന് ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാമോർഫിക് റോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ശിലയുണ്ട്, ആ ശിലയ്ക്ക് ഒന്നുകിൽ ഉയർന്ന മർദ്ദം മൂലമോ ഉയർന്ന താപം മൂലമോ ആ ശിലയ്ക്ക് എന്താവാം? ഒന്നുകിൽ അതിന് ഭൗതിക മാറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് രാസമാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഭൗതിക മാറ്റമോ രാസമാറ്റമോ നടന്ന് മറ്റൊരു ഇതായിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു ശിലയായിട്ട് ഇത് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഇങ്ങനെ മാറുന്നതിനെയാണ് നമ്മൾ കായാന്തരിത ശില എന്ന് പറയുന്നത്. ഇനി കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിള്, സ്ലേറ്റ്, നൈസ് തുടങ്ങിയവ. അപ്പോൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയവ. അപ്പോൾ മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയവ എന്തിനുദാഹരണമാണെന്ന് വെച്ചാൽ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ശിലകൾക്ക് എന്താണ് ഭൗതികപരമായിട്ടോ രാസപരമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടായിട്ട് മറ്റൊരു ശിലയായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നത്, അല്ലെങ്കിൽ ചേഞ്ച്. അതിനെന്താണ്? ഒന്നീ ഭൗതികപരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ രാസപരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ചേഞ്ച് ഉണ്ടായി മറ്റൊരു ശിലയായിട്ട് മാറുന്ന, അല്ലെങ്കിൽ മറ്റൊരു ഇതായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന കായാന്തരിത ശില എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഉയർന്ന മർദ്ദം, ഉയർന്ന താപം, ഇതൊക്കെ കായാന്തരിത ശില രൂപം കൊള്ളാൻ എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. ഇനി പ്രധാനപ്പെട്ട 2-3 ശിലകളിലെ മാറ്റം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമായിട്ടുള്ള പറഞ്ഞതാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ. അപ്പോൾ ഈ ഗ്രാനൈറ്റിന് മാറ്റം വന്ന് ഉണ്ടാകുന്ന കായാന്തരിത ശിലയാണ് നൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനൈറ്റിന് മാറ്റം വന്ന് എന്തായിട്ട് ഒരു കായാന്തരിത ശിലയായിട്ട് മാറുന്നു. അതിൻ്റെ ഈ ഗ്രാനൈറ്റിന് മാറ്റം വന്നുണ്ടാകുന്ന ആ ശിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൈസ്. എന്താണ്? നൈസ്. അപ്പോൾ ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുന്നു? ഗ്രാനൈറ്റിന് എന്താണ് ഭൗതികപരമായിട്ടും രാസപരമായിട്ടും ഒക്കെ മാറ്റം വന്ന് ഗ്രാനൈറ്റ് ഒരു കായാന്തരിത ശിലയായിട്ട് മാറുന്നു. എന്തായിട്ടാണ് മാറുന്നതെന്ന് വെച്ചാൽ നൈസ് ആയിട്ടാണ് മാറുന്നത്. നൈസ്. അപ്പോൾ ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുന്നു? നൈസ് ആയിട്ട് മാറുന്നു. ഇനി ബസാൾട്ടും എന്താണ്? ഒരു ആഗ്നേയ ശിലയാണ്. ഇത് എന്തായിട്ടാണ് മാറുന്നത് വെച്ചാൽ ഷിസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. എന്താണ്? ഷിസ്റ്റ്.
അപ്പോൾ ഈ നൈസും ഷിസ്റ്റും എന്നൊക്കെ പറയുന്നത് എന്താണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആഗ്നേയ ശിലകൾക്ക് മാറ്റങ്ങൾ വന്നാണ് എന്തുണ്ടായത്? ചില കായാന്തര ശിലകൾ ഉണ്ടായത്. അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ശിലകൾ മാറിയാണ് എന്താണ് നൈസ് ഉണ്ടായത്, ബസാൾട്ട് മാറിയാണ് എന്താണ് ഷിസ്റ്റ് ഉണ്ടായത്. ഇനി നമ്മുടെ അവസാദ ശിലകളിൽ വരുന്ന ഭാഗമാണ് കൽക്കരി. കൽക്കരി, ഈ കൽക്കരിക്ക് മാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നതാണ് ഗ്രാഫൈറ്റ്. എന്താണ്? ഗ്രാഫൈറ്റ്. അപ്പോൾ കൽക്കരിക്ക് മാറ്റം വന്ന് ഉണ്ടാവുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി കളിമണ്ണ്, കളിമണ്ണിന് മാറ്റം സംഭവിച്ചുണ്ട്. അത് കളിമണ്ണും അവസാദത്തിൽ വരുന്നതാണ്. കളിമണ്ണിന് മാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നതാണ് സ്ലേറ്റ്. എന്താണ്? സ്ലേറ്റ്. അപ്പോൾ ഗ്രാനൈറ്റ്, അപ്പോൾ ഇതാണ് ആഗ്നേയ ശിലകൾക്ക് മാത്രമല്ല എന്താണ് മാറ്റങ്ങൾ ഉണ്ടായി കായാന്തരിത ശില ആവുന്നത്. പിന്നെ എന്താണ്? അവസാദ ശിലകൾക്കും എന്താണ് മാറ്റങ്ങൾ വന്ന് എന്തായിട്ട് മാറാം? കായാന്തരിത ശിലകളായിട്ട് എന്ത് ചെയ്യാം? മാറാം. അപ്പോൾ ഗ്രാനൈറ്റ് നൈസായിട്ട് മാറുന്നു, ബസാൾട്ട് ഷിസ്റ്റായിട്ട് മാറി, പിന്നെ എന്താണ് കൽക്കരി എന്തായിട്ട് മാറി? ഗ്രാഫൈറ്റ് ആയിട്ട് മാറി, കളിമണ്ണ് എന്തായിട്ട് മാറി? സ്ലേറ്റ് ആയിട്ട് മാറി. ഇനി ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ലിന് മാറ്റം വന്ന് ഉണ്ടാകുന്നതാണ് ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ലിന് മാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന കായാന്തരിത ശിലയാണ് മാർബിൾ. എന്താണ്? മാർബിൾ. അപ്പോൾ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത്. അതിന് ഉദാഹരണം എന്താണ്? മാർബിൾ. ഇനി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തിന് ഏത് ശിലയ്ക്ക് എന്താണ് മാറ്റം സംഭവിച്ചാണ് ഈ മാർബിൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ചുണ്ണാമ്പ് കല്ല് അതെന്നുള്ള അവസാദത്തിൽ വരുന്നത്. അപ്പോൾ അതിന് മാറ്റം സംഭവിച്ചാണ് എന്തുണ്ടായത്? മാർബിൾ ഉണ്ടായതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ശിലകളിലെ മാറ്റമാണ് നമ്മൾ പറഞ്ഞത്. ഗ്രാനൈറ്റ് എന്തായിട്ട് മാറി? നൈസായിട്ട് മാറി. ബസാൾട്ട് ഷിസ്റ്റായിട്ട് മാറുന്നു. കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ട് മാറി. കളിമണ്ണ് സ്ലേറ്റ് ആയിട്ട് മാറി. പിന്നെ എന്താണ്? ചുണ്ണാമ്പ് കല്ലാണ് എന്തായിട്ട് മാറുന്നത്? പ്രധാനപ്പെട്ട കായാന്തരിത ശിലയായ മാർബിളായിട്ട് മാറുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ചുണ്ണാമ്പാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എന്താണ്? ശിലകളുടെ മാതാവാണ് എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ഇനി മാർബിളിൻ്റെ കേസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാർബിൾ എന്നത് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണോ എന്ന് ചോദിച്ചാൽ ഏതാണ്? കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് മാർബിൾ എന്തിന് ഏത് ശിലയ്ക്ക് മാറ്റം വന്നാണ് മാർബിൾ രൂപം കൊള്ളുന്നത് ചോദിച്ചാൽ ചുണ്ണാമ്പ് കല്ല് അവസാദത്തിൽ വരുന്നതാണ് ഏതെന്ന്? ചുണ്ണാമ്പ് കല്ലെന്ന് പറയുന്നത്. അതിന് മാറ്റം വന്ന് രൂപം കൊള്ളുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്? മാർബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ശിലകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ 3 തരത്തിൽ പറഞ്ഞു. ആ രാസപ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്നതിന് ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. അതിന് ഉദാഹരണമാണ് ജിപ്സം. ജിപ്സം രൂപം കൊള്ളുന്നത് എന്താണ്? രാസപ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ്. അത് അവിടെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയാണ് എന്താണ് 3 തരം ശിലകളെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പറഞ്ഞു? ആഗ്നേയശില പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു, പിന്നെ എന്താണ് അവസാദ ശിലകൾ പറഞ്ഞു. അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് എന്ത്? അവസാദ ശിലകൾ എന്ന് പറഞ്ഞു. കായാന്തര ശില എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം സംഭവിച്ച് ഒന്നാണ് ഒരു ശിലയ്ക്ക് മാറ്റം സംഭവിച്ച് അത് മറ്റൊന്നായിട്ട് മറ്റൊരു ശിലയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് മാറുന്നു. അതാണ് കായാന്തരിത ശില. അത്രയും എളുപ്പത്തിന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ലാവകളിൽ നിന്ന് ആഗ്നേയശില ഉണ്ടാകുന്നു, അവസാദങ്ങൾ അടിഞ്ഞ് അവസാദ ശില ഉണ്ടാകുന്നു. എന്താണ്? ശിലകൾക്ക് ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും മറ്റു ശിലകൾക്കൊക്കെ മാറ്റം വന്നിട്ട് എന്തുണ്ടാകുന്നു? കായാന്തരിത ശിലകളും ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനമായിട്ട് ഒറ്റ വാക്കിൽ നമുക്കത് പറഞ്ഞു നിർത്താനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശിലകളെന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.